ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽ ബൗണ്ട് എന്ന് പറയുന്ന ഒരു കൊറിയൻ വെബ് ഡ്രാമയുമായിട്ടാണ്. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു ചങ്ങായിയെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. എനിക്ക് 1,00,000 സബ്സ്ക്രൈബായ സമയത്ത് എൻ്റെ ഫോട്ടോ വരച്ച് അതിൻ്റെ വീഡിയോ ചെയ്ത് എനിക്ക് അയച്ചു തന്ന ഒരാളാണ്. അന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് അതിൻ്റെ നന്ദി ആ കൊച്ചു കൂട്ടുകാരനോട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാതെ പോയി. അപ്പോൾ ആ കൊച്ചു ചങ്ങായിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായും എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽ ബൗണ്ട് എന്ന സീരീസിൻ്റെ 1ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് 1ന്റെ തുടക്കത്തിൽ ഒരു കഫേയാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിരുന്ന് ലാപ്ടോപ്പിൽ പ്രൊഫസർ ജുങ്ങിന്റെ ഇന്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ജുങ് ആണ് ന്യൂ ട്രൂത്ത് കൾട്ടിന്റെ ഇപ്പോഴത്തെ ലീഡർ. ജുങ് ആ സ്പീച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മനുഷ്യരുടെ മുന്നിൽ ഒരു ഏഞ്ചൽ പ്രത്യക്ഷപ്പെടും. ശേഷം ആ ഏഞ്ചൽ ആ മനുഷ്യരോട് ചില പ്രവചനങ്ങൾ നടത്തും. നിങ്ങൾ നരകത്തിന് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ മരിക്കുന്ന തീയതിയും സമയവും ഇതാണ്. ആ ഏഞ്ചൽ പറയുന്ന സമയമാവുമ്പോഴേക്കും നരകത്തിൽ നിന്നും എക്സിക്യൂഷണേഴ്സ് എത്തും. നരകത്തിലെ മരണശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാർ. എന്നിട്ട് ഏഞ്ചൽ പറഞ്ഞതുപോലെ അയാളെ കൊല്ലുകയും ചെയ്യും. ഇതുപോലെ ലോകത്തിൽ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കുറേയധികം വീഡിയോസ് ഡോക്ടർ ജുങ് അവർക്കായി കാണിച്ചു കൊടുക്കുന്നു. ഈ നടക്കുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, ദൈവം നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി നിരവധി അവസരങ്ങൾ തന്നു. പക്ഷെ മനുഷ്യരെല്ലാം അതിനെ അവഗണിച്ചു. തൽഫലമായാണ് തെറ്റുകൾ ചെയ്യുന്ന പാപികളായ മനുഷ്യരെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത്. ഇതിനുള്ള തെളിവുകളും എന്റെ പക്കലുണ്ട് എന്നും പറഞ്ഞ് ഇതിനു മുമ്പ് ആ ഹെൽ എക്സിക്യൂഷനേഴ്സ് കൊന്നുകളഞ്ഞ ഓരോരുത്തരുടെയും പഴയ കാര്യങ്ങൾ തെളിവായി ആളുകൾക്ക് മുന്നിൽ നിരത്തുന്നു. ഈ ഹെൽ എക്സിക്യൂഷനേഴ്സ് കൊന്നുകളഞ്ഞ ഓരോരുത്തരും കൊല ചെയ്തവരും, റേപ്പ് ചെയ്തവരും, ലഹരി പദാർത്ഥങ്ങൾ വിറ്റവരും തുടങ്ങി പലതരം ക്രൈമുകളിൽ ഇൻവോൾവ് ചെയ്തവരാണ്. ഇപ്പോ ദൈവം എന്തിനാണ് ഇങ്ങനെയുള്ള ശിക്ഷ വിധിക്കുന്നത് എന്ന് വെച്ചാൽ, ഇനിയെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും മനുഷ്യർ ഓരോരുത്തരും തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ദൈവം നമ്മൾ മനുഷ്യർക്കായി നൽകുന്ന അവസാനത്തെ ചാൻസ്. ഇനിയും നിങ്ങൾ മാറിയില്ല എങ്കിൽ നിങ്ങളുടെ വിധിയെ തടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ജുങ് പറയുന്നു. ഇത് കേട്ട ആ കോഫി ഷോപ്പിൽ വെച്ച് ഇത് കാണുന്ന കുറച്ച് പേരുണ്ടായിരുന്നല്ലോ ഫ്രണ്ട്സ്, അവരിൽ കുറച്ചുപേർ ഇതൊക്കെ വിശ്വസിക്കുന്നു. മറ്റു ചിലരൊക്കെ ഇയാൾ പറയുന്നത് വെറും മണ്ടത്തരമാണെന്നും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നും ഇതെല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്നും പറഞ്ഞ് ജുങ്ങിനെയും അത് വിശ്വസിച്ചവരെയും കളിയാക്കുന്നു. അതേസമയം തന്നെ ജോ എന്നു പേരുള്ള ഒരുത്തൻ ഇവർക്ക് സമീപത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ മൊബൈലിൽ സമയം നോക്കി വളരെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുകയാണ്. സമയം 1:19. സമയം 1:20 ആയതും അയാൾ പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഭൂമി കുലുക്കം പോലെ ഒരു ശബ്ദമുണ്ടാവുന്നു. എല്ലാവരും പേടിച്ച് വിറച്ച് സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ്. ഇതാണ് ഡോക്ടർ ജുങ് നേരത്തെ പറഞ്ഞ ഹെൽ എക്സിക്യൂഷണേഴ്സ്. ജോ തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നും ഓടുകയാണ്. ഹെൽ എക്സിക്യൂഷണേഴ്സ് അവന്റെ പിന്നാലെ തന്നെയുണ്ട്. ആ ഹെൽ എക്സിക്യൂട്ടേഴ്സ് ജോയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കടിച്ച് കീറി കൊല്ലുന്നു. ശേഷം അവനെ വെറും ചാമ്പലാക്കി മാറ്റി. ഹെൽ എക്സിക്യൂട്ടേഴ്സ് അവിടെ നിന്നും ഓടി അപ്രത്യക്ഷമാകുന്നു. കരിഞ്ഞ് ചാമ്പലായ അവശിഷ്ടങ്ങൾ ഇത് കണ്ടുനിന്ന ജനങ്ങൾ യാതൊരു കൂസലുമില്ലാതെ വന്ന് വീഡിയോ എടുക്കുന്നത് കാണാം. ആ സംഭവത്തെ തുടർന്ന് പോലീസുകാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു എമർജൻസി മീറ്റിംഗ് കൂടുകയാണ്. സംസാര വിഷയം ആ കൊലപാതകം തന്നെ. ആ സമയം ജിൻ എന്ന പോലീസുകാരൻ വളരെ അലക്ഷ്യമായി ആ മീറ്റിംഗിനിടയിലേക്ക് കയറി വരുന്നു. എല്ലാവർക്കും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ തന്നെ വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പകലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. അതിന് നിരവധി ദൃക്സാക്ഷികളും വീഡിയോ ഫൂട്ടേജുകളുമുണ്ട്. കൊല ചെയ്യപ്പെട്ട വ്യക്തിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ജു എന്നാണ് അയാളുടെ പേര്. ഭാര്യയുമായി ഡൈവോഴ്സ് ആയിരിക്കുകയാണ്. അവർക്ക് മക്കളില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അവർ ആ വീഡിയോ ഫൂട്ടേജ് കാണുന്നു. ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചേഴ്സ് ആണ് അയാളെ കൊല ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിലുള്ള രഹസ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല നമുക്ക് മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. ഈ കൊലപാതകങ്ങളെല്ലാം ദൈവത്തിന്റെ ശിക്ഷയാണെന്നും പറഞ്ഞ് ന്യൂ ട്രൂത്ത് എന്ന് പറയുന്ന ചില സംഘങ്ങളും വീഡിയോസും വാർത്തകളും പടച്ചുവിടുന്നുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ജിന്നിനെയും അദ്ദേഹത്തിന് അസിസ്റ്റന്റ് ആയിട്ട് യുൻപിയോ എന്ന് പറയുന്ന ഡിറ്റക്റ്റീവിനെയും
ഇവരുടെ ഹെഡ് അസൈൻ ചെയ്യുന്നു. ഞാൻ ഇത്രയും നേരം ഇവരെ പോലീസുകാരെന്നല്ലേ പറഞ്ഞത്, ഡിറ്റക്റ്റീവ്സ് ആണ് കേട്ടോ. അതിനുശേഷം ഡിറ്റക്റ്റീവ് ഹെഡ് ജിന്നിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഓഫ് എടുക്കും. അതിനുള്ള സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നു. അതിനിപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ജിൻ ഓഫീസറോട് ചോദിക്കുന്നു. ജിന്നിനോട് തർക്കിച്ചാൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് കൃത്യസമയത്ത് ഓഫീസിലേക്ക് വരാൻ നോക്കിക്കൂടെ എന്നും പറഞ്ഞിട്ട് ഓഫീസർ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ഡിറ്റക്റ്റീവ് ജിന്നും ഡിറ്റക്റ്റീവ് യൂൻപയോയും കൂടി ജൂ കൊല്ലപ്പെട്ട സ്ഥലം പരിശോധിക്കാൻ പോവുകയാണ്. കാറിൽ പോകുന്നതിനിടയിൽ യൂൻപയോ ജിന്നിനോട് ന്യൂ വേൾഡിനെ കുറിച്ചും ആരോ ഹെഡ് എന്ന സംഘടനയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. ഈ ആരോ ഹെഡിന്റെ ഒരു ഉപസംഘടനയാണ് ന്യൂ ട്രൂത്ത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ന്യൂ വേൾഡ് പറയുന്നത് ഇതുപോലെ നടന്നിരിക്കുന്ന പല കൊലപാതകങ്ങളും ഉണ്ട്, ഇതെല്ലാം തെറ്റ് ചെയ്തതിന് ദൈവം നൽകുന്ന ശിക്ഷയാണ് എന്നാണ്. കുറ്റവാളി നരകത്തിലേക്ക് പോകാനുള്ള സമയം ഒരു ഏഞ്ചൽ വന്ന് പറയുമെന്നും അതേ സമയത്ത് തന്നെ ഇതുപോലുള്ള ഭീകരർ വന്ന് അവരെ കൊല്ലുമെന്നും അസിസ്റ്റന്റ് ജിന്നിനോട് പറയുന്നു. നരകം, ദൈവം, ശിക്ഷ, ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജിൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ അസിസ്റ്റന്റ് പറയും, ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അത് വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വളരെയധികം പ്രചാരം നേടുന്നതും അതുകൊണ്ട് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെ ചിന്തിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മൾ ഓരോ പ്രതികളെയും കഷ്ടപ്പെട്ട് പിടിച്ച് കോടതിയിലെത്തിക്കുമ്പോൾ തെളിവില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അവരെ വെറുതെ വിടും. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ തന്നെ ശിക്ഷയാണെന്ന് ചെറിയ തോതിൽ ഞാനും വിശ്വസിക്കുന്നു. അത് കേട്ടപ്പോൾ ജിൻ പറയും, നമ്മുടെ ജോലി കുറ്റവാളിയെ പിടിക്കുക എന്നതാണ്. ഇനിയൊരു പക്ഷേ അവർ ചെയ്യുന്നത് ലോകത്തെ രക്ഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടിയായിരിക്കാം, ദൈവമായിരിക്കാം, അല്ലെങ്കിൽ സാത്താനായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അവർ ആര് തന്നെ ആയാലും നമ്മളവരെ കണ്ടെത്തുക തന്നെ വേണം എന്ന് ജിൻ പറയുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവ് ജിന്നും അസിസ്റ്റന്റും കൊല നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടുത്തെ പോലീസുകാരോട് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ പറയും, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ആ മോൺസ്റ്റേഴ്സ് അയാളെ കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ബ്ലഡ് സ്റ്റെയിൻ അല്ലാതെ ഒരു കാൽപ്പാടോ എന്തെങ്കിലും കയ്യടയാളമോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഉടനെ ഡിറ്റക്റ്റീവ് ജിൻ ആ പോലീസുകാരനോട് ചോദിക്കും, ന്യൂ ട്രൂത്ത് എന്ന് പറയുന്ന സംഘടന ഇവിടെ എവിടെയോ ഒത്തുകൂടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉടൻ തന്നെ അയാൾ ആ റോഡിനപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ കുറച്ചുപേര് നിൽക്കുന്നത് ഞാൻ കണ്ടു. കുറെ നേരമായിട്ട് മൈക്കിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപക്ഷെ അവരായിരിക്കും. അത് കേട്ട ഉടനെ ജിൻ അങ്ങോട്ടേക്ക് പോകുന്നു. ന്യൂ ട്രൂത്തിന്റെ ചെയർമാൻ ജുങ് ജിൻസു ആണ് അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നത്. അയാൾ ഏറ്റുവാങ്ങിയത് അയാളുടെ പാപത്തിന്റെ ശിക്ഷയാണ്. ഇനി മുതലെങ്കിലും നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ വചനം കേൾക്കണം. സൗത്ത് ഏഷ്യയിലെ ഒരു വില്ലേജിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അവന് ഏഞ്ചൽസിന്റെ പ്രവചനമുണ്ടായി. 5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നരകത്തിലേക്ക് പോവും. ആ ഏഞ്ചൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യം 5 മണിക്കൂറിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കാണൂ എന്നും പറഞ്ഞ് അയാൾ ഒരു വീഡിയോ കാണിക്കുന്നു. നേരത്തെ ജോയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു വീഡിയോ. ഹെൽ എക്സിക്യൂഷനേഴ്സ് വന്ന് ഒരു വ്യക്തിയെ ക്രൂരമായി കൊല്ലുന്ന ഒരു വീഡിയോ. അത് കണ്ട് ജനങ്ങളെല്ലാരും സ്തബ്ധരായി. അപ്പോ ജുങ് വീണ്ടും പറയും, ആ വ്യക്തിയുടെ വീട്ടിൽ പിന്നീട് 3 ശവശരീരങ്ങൾ കൂടി കണ്ടെടുത്തു. കുഴിച്ചു മൂടപ്പെട്ട നിലയിലായിരുന്നു അവ 3ഉം. അയാൾ കൊന്നു തള്ളിയ 3 നിരപരാധികളായ ജനങ്ങൾ. അതിന്റെ ശിക്ഷയാണ് ദൈവം അയാൾക്ക് നൽകിയത്. അതിനുശേഷവും ജുങ് നിരവധി ഫോട്ടോസ് ആ ജനങ്ങളെ കാണിക്കുന്നു. എല്ലാം ഒരുപോലെ മരണപ്പെട്ടവർ, എല്ലാം കുറ്റവാളികൾ. അവർ ചെയ്ത കുറ്റങ്ങളെല്ലാം അയാൾ അവരോട് പറയുന്നു. എല്ലാവരെയും ദൈവം അതിനുള്ള ശിക്ഷ നൽകി നരകത്തിലേക്ക് അയച്ചു എന്നും അയാൾ ജനങ്ങളോട് പറയുന്നു. മനുഷ്യരെല്ലാം ഇന്ന് പാപികളാണ്, കുറ്റം ചെയ്യുന്നവരാണ്. അവർക്ക് പശ്ചാത്താപം എന്തെന്ന് അറിയില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവം എന്താണ് നരകമെന്ന് ഓരോ മനുഷ്യരെയും അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ശിക്ഷകൾ വിധിക്കുന്നത്. ഇതിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യസന്ധനാവുക, തെറ്റുകൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ആരാച്ചാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടും. ഇനിയും തിരുത്താൻ ഭാവമില്ലെങ്കിൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങി നരകത്തിലേക്ക് പോയി നരകിക്കേണ്ടി വരും എന്ന് ജുങ് എല്ലാവരോടുമായി പറയുന്നു. പ്രസംഗത്തിന് ശേഷം ജിന്നും അസിസ്റ്റന്റും പോയിട്ട് ചെയർമാൻ ജുങ്ങിനോട് സംസാരിക്കുന്നു. ഇവിടെ വെച്ച് നടന്ന കൊലപാതകത്തെ പറ്റി ഞങ്ങൾക്ക് ചിലത് നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് ജിൻ ജുങ്ങിനോട് പറയുന്നു. കൊലപാതകമോ? നമ്മൾ മനുഷ്യർക്ക് ദൈവത്തിന്റെ ചെയ്തികളെക്കുറിച്ച് എന്താണ് അറിയാൻ സാധിക്കുക? അത് ദൈവവിധിയാണ്. അതിന് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ മനുഷ്യരെ കൊണ്ട് സാധിക്കുമോ എന്ന് ജുങ് വളരെ ആത്മീയമായ രീതിയിൽ ജിന്നിനോട് സംസാരിക്കുന്നു. ആ സമയത്താണ് ജിൻ തന്റെ മകളെ അവിടെ വെച്ച് കാണുന്നത്. അയാൾ ആകെ ഷോക്കായി പോയി. ജിൻ ഹീജങ് എന്നാണ് മകളുടെ പേര്, നമുക്ക് ഹീജങ് എന്ന് തന്നെ വിളിക്കാം. ജിൻ ഓടിപ്പോയി മകളോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകണമെന്നറിയില്ല, ഇവിടെ എന്തിനാ വന്നത്? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഹീജങ് പറയും, ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത് തന്നെയാണ് എന്നും പറഞ്ഞ് അച്ഛനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ചെയർമാൻ ജുങ് ഞാൻ എന്നാൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. അത് നമ്മുടെ ജിന്നിന് തീരെ പിടിച്ചില്ല. അയാൾ ജുങ്ങിനോടും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്റെ മകളെയും നിങ്ങളുടെ ഡിവോട്ടിയാക്കാൻ ശ്രമിക്കുകയാണോ? നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇതുപോലെ കൊച്ചുകുട്ടികളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണോ എന്ന് ജിൻ ജുങ്ങിനോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. അവൾ സ്വമേധയാ വന്നതാണ് ഇവിടെ. അവൾ നിങ്ങളുടെ മകളാണെന്ന് പോലും എനിക്കറിയില്ല. അവളുടെ അച്ഛൻ ഒരു പോലീസുകാരനാണെന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
പറയുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് വെറും കോയിൻസിഡൻസ് മാത്രമാണ്. നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളോട് സംസാരിച്ചോളാം. ഈ വോളണ്ടറിങ് നിർത്തിയിട്ട് അച്ഛന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ എന്ന് ജുങ് മറുപടി പറയുന്നു. അത് കേട്ടതോടെ ജിന്നിന് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. ആ സമയത്ത് അസിസ്റ്റന്റ് ജുങ്ങിനോട് ചോദിക്കും, ഞങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകാമോ? അപ്പോൾ ജുങ് പറയും, സോറി, എനിക്ക് ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നാൽ മതിയോ? തീർച്ചയായും, ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നും പറഞ്ഞ് അവർ 3 പേരും കൂടി അവിടെ നിന്നും നടക്കുന്നു. അങ്ങനെ അവർ 3 പേരും നടന്ന് ഒരു ട്രെയിനിൽ കയറുന്നു. ആ ട്രെയിനിലുള്ള എല്ലാവരും ചെയർമാൻ ജുങ്ങിനോട് വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് പെരുമാറുന്നത്. അത് കണ്ട് ഡിറ്റക്റ്റീവ് യൂൻപായോ ജുങ്ങിനോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലൊരു ജീവിത രീതി തെരഞ്ഞെടുത്തത്? ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇതുപോലെ ഡിവോട്ടി ആയിട്ടൊന്നുമല്ല ജീവിച്ചിരുന്നത്. ഞാനൊരു അനാഥനാണ്. ഒരു ക്രിസ്തീയ ഓർഫനേജിലാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ 20 വയസ്സിന് ശേഷം ആ ഓർഫനേജിൽ നിന്നും പുറത്തു വന്ന എനിക്ക് എന്റെ ജീവിതം തന്നെ വെറുത്തുപോയി. അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എന്നെ അറിയുന്നവരാരും ഞാൻ മരിച്ചു കിടക്കുന്നത് കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ടിബറ്റിലേക്ക് യാത്ര തിരിച്ചു. ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ഒരു മലമുകളിലേക്ക് ഞാൻ നടന്നു കയറി. അവിടെ വെച്ചാണ് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഞാൻ കണ്ടത്. നരകത്തിന്റെ ആരാച്ചാരുമാർ ഒരു മനുഷ്യന് ശിക്ഷ വിധിക്കുന്നതാണ് ഞാൻ ആ മലമുകളിൽ കണ്ടത്. അതിനുശേഷം ദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് യാത്ര ചെയ്തു. വർഷങ്ങളോളം അത് തുടർന്നു. കാലങ്ങൾക്ക് ശേഷമാണ് ദൈവത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടെയാണ് ഞാൻ എന്റെ ജീവിത നിയോഗം മനസ്സിലാക്കിയത്. ദൈവത്തിന്റെ ഈ സൂചനകളെപ്പറ്റി എല്ലാ മനുഷ്യരെയും അറിയിക്കുക. ഈ ദൈവവിധിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ശിക്ഷകളെക്കുറിച്ചും എല്ലാം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുറ്റവാളികളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുക. അതാണ് എന്റെ ജീവിത ലക്ഷ്യം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ജുങ് അവരോടായിട്ട് പറയുകയാണ്. ഉടനെ തന്നെ യൂൻപായോ ജുങ്ങിനോട് ചോദിക്കും, ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആരോഹെഡ് എന്ന സംഘടനയുമായിട്ട് ന്യൂ ട്രൂത്തിന് വളരെയധികം ബന്ധമുണ്ടെന്ന്. അത് സത്യമാണോ? അപ്പോൾ ജുങ് പറയും, അങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നതിൽ എനിക്കും അതിയായ ദുഃഖമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു കാര്യമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ലോകത്തെവിടെയും ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം മാത്രമാണ് അത്. ആരോഹെഡുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. മനുഷ്യർ ധാർമ്മികതയോടെ ജീവിക്കുക എന്നതാണ് ദൈവഹിതമെന്ന് ജനങ്ങളെ അറിയിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് ജുങ് അവരോട് പറയുന്നു. അത് കേട്ടതോടെ നമ്മുടെ ജിൻ ചിരിച്ചു പോകുന്നു. നിങ്ങളിപ്പോൾ ചിരിക്കാൻ മാത്രം എന്ത് തമാശയാണ് ഞാൻ പറഞ്ഞത് എന്ന് ജുങ് ജിന്നിനോട് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശിക്ഷ ഭയന്ന് എല്ലാ ജനങ്ങളും സത്പ്രവർത്തികൾ മാത്രം ചെയ്യുമെന്നാണോ എന്ന് ജിൻ ജുങ്ങിനോട് ചോദിക്കുന്നു. മനുഷ്യനിൽ പശ്ചാത്താപം ഉടലെടുക്കാൻ ഭയത്തിനല്ലാതെ മറ്റെന്തിന് സാധിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ജുങ് ജിന്നിനോട് ചോദിക്കുന്നു. അപ്പോൾ ജിൻ പറയും, നിങ്ങൾ ഈ പറയുന്ന ദൈവത്തിന് മനുഷ്യൻ സ്വന്തമായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. നിങ്ങളുടെ മകൾ ഹീജിങ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ കൊല്ലപ്പെട്ടതാണെന്ന്. ആ കൊലയാളി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? അയാളുടെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അയാൾ ഈ സൊസൈറ്റിയിലേക്ക് തന്നെയല്ലേ ഇറങ്ങിച്ചെന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയെ കൊന്നതിൽ ഇപ്പോൾ ആ കൊലയാളിക്ക് പശ്ചാത്താപം ഉണ്ടാവുമെന്ന്? മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാൽ യഥാർത്ഥ നീതി നടപ്പിലാകുമെന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജുങ് ജിന്നിനോട് ചോദിക്കുന്നു. അതോടെ ജിൻ എന്ത് പറയണമെന്നറിയാതെ സ്തബ്ധനായി നിൽക്കുന്നു. അപ്പോഴേക്കും ജുങ്ങിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുപേർ അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ ജുങ് തന്റെ നമ്പർ ജിന്നിന് കൊടുത്തിട്ട്, നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ജിന്നിന് ജുങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടി വന്നതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. രാത്രി വീട്ടിലെത്തിയ ജിൻ മകളുടെ മുറിയിലേക്ക് പോകുന്നു. അയാൾ ഒന്നും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മകൾ അയാളോട് പറയും, ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടോ പഠിക്കാതെയോ ഒന്നും അല്ല അത്തരം പരിപാടികൾക്ക് പോകുന്നത്. അത്തരം പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് അച്ഛൻ വിഷമിക്കാനൊന്നുമില്ല. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ജിൻ ജുങ്ങിനെ കുറിച്ചും ന്യൂ ട്രൂത്ത് എന്ന ഓർഗനൈസേഷനെ കുറിച്ചും ഒക്കെ ഇന്റർനെറ്റിലൂടെ തിരയുകയാണ്. ഇന്റർനെറ്റിലുള്ള എല്ലാ ലേഖനങ്ങളിലും ന്യൂ ട്രൂത്ത് എന്ന ഓർഗനൈസേഷനെ പറ്റി നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വക്കീലായ മിൻ ഹെയ്ജിൻ മാത്രം ന്യൂ ട്രൂത്ത് എന്ന ഓർഗനൈസേഷനും ആരോഹെഡ് എന്ന ഓർഗനൈസേഷനും ഒന്ന് തന്നെയാണെന്നും അവർ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ലേഖനത്തിൽ എഴുതിയിരുന്നു. അതൊക്കെ വായിച്ചു നോക്കുന്നതിനിടയിൽ ജുങ് ജിൻസു തന്റെ ഭാര്യയുടെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞത് ഡിറ്റക്റ്റീവ് ജിൻ ഓർക്കുന്നു. ഉടനെ തന്നെ അയാൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഫ്ലാഷ് ബാക്കിൽ അന്നത്തെ സംഭവങ്ങളും കാണിക്കുന്നു. തന്റെ ഭാര്യയുടെ കൊലപാതകവും അതേ തുടർന്ന് ആ കൊലയാളിയുടെ അറസ്റ്റും അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിട്ടും സഹപ്രവർത്തകരെല്ലാം തടഞ്ഞതുകൊണ്ട് അതിന് മുതിരാതെ തന്റെ മകൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായതുമൊക്കെ അയാൾ വിഷമത്തോടെ ഓർക്കുന്നു. ആ സമയത്താണ് തന്റെ ഭാര്യയുടെ കൊലപാതക സമയത്ത് ഡ്രഗ്സ് ഉപയോഗിച്ചതായി തെളിഞ്ഞതുകൊണ്ട് തൽഫലമായാണ് കൊലപാതകം ചെയ്തതെന്നും ആയതുകൊണ്ട് തന്നെ അയാളുടെ ശിക്ഷയിൽ ഇളവ് നൽകി 6 വർഷത്തിന് ശേഷം അയാളെ ജയിൽ മോചിതനാക്കിയെന്നും ഇന്റർനെറ്റിലൂടെ ജിൻ അറിയുന്നു. വളരെയധികം വിഷമത്തോടെ അയാൾ ആ വാർത്ത നോക്കിയിരിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് പാർക്ക് എന്ന സ്ത്രീയെ കാണിക്കുന്നു. പുള്ളിക്കാരി രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തിയ പാർക്കിനെയും കാത്ത് അവളുടെ മക്കൾ 2 പേരും ഒരു
സർപ്രൈസ് ഒരുക്കി വെച്ചിരുന്നു. പാർക്കിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ മക്കൾ അവൾക്ക് കേക്ക് ഒരുക്കി വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ പാർക്കിന് വളരെയധികം സന്തോഷമായി. അവൾ മക്കളെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നന്ദി പറയുന്നു. പെട്ടെന്ന് ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാവരും പേടിച്ചുപോയി. പാർക്ക് ജുങ്ജ, ഇന്നേക്ക് 5-ാം നാൾ കൃത്യം 3 മണിക്ക് നീ മരണപ്പെടും. നീ നരകത്തിന് അവകാശപ്പെട്ടതാണ്. ആ അമ്മയും മക്കളും സ്തബ്ധരായി നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ശേഷം ഒരു യൂട്യൂബ് സ്ട്രീമിംഗ് ആണ് കാണിക്കുന്നത്. ആരോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ട്രൂത്ത് പോലെ മറ്റൊരു കൾട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിലെ ഒരു അംഗമാണ് ഈ സ്ട്രീമർ. ഏതാണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന് പറമ്പിൽ LED ബൾബ് കത്തിച്ചു വെച്ച പോലെയാണ് അയാളുടെ രൂപം ഇപ്പോൾ. അവസാനം ദൈവം തന്റെ വിധി നടപ്പിലാക്കിയിരിക്കുന്നു. ദൈവവചനങ്ങൾ നിന്ദിച്ച മനുഷ്യരെ അവൻ അവന്റെ വിധിയിലൂടെ നരകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും മനുഷ്യർ ഇതൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്നും ടെററിസം ആണെന്നും ഞങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതാണെന്നും ഒക്കെ പറയുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ചെയ്തികളാണെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളൊക്കെ വെറും ചാണകങ്ങളാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ? ഇവിടെയുള്ള പോലീസുകാർ ഇപ്പോഴും അതിന്റെ അന്വേഷണത്തിലാണ്. എന്നിട്ട് അവരെന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? അവരത് കണ്ടുപിടിച്ചിട്ട് നേരെ മേലേക്ക് ചെന്നിട്ട് ദൈവത്തോട് ചോദിക്കുമോ, നിങ്ങളെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയാണ്? ഈ പോലീസുകാർക്കൊന്നും ഇപ്പോഴും ബുദ്ധി വെച്ചിട്ടില്ല. അവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അവരുടെ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ട ആ ജൂ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചോ? അത് കണ്ടുപിടിക്കാൻ പറ. അല്ലാതെ ഒരാൾക്കും ദൈവത്തിന്റെ ജഡ്ജ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ദൈവം സിയോൾ തെരഞ്ഞെടുത്തത് എന്ന്. അത് ഞങ്ങൾ കാരണമാണ്. ഞങ്ങളാണ് ആരോ ഹെഡ്. എന്റെ അമ്മ, എന്റെ തൊണ്ട അടഞ്ഞു പോയി. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ദൈവത്തിന് എപ്പോഴാണോ ഒരു അസ്ത്രം തൊടുക്കണമെന്ന് തോന്നുന്നത്, അപ്പോ ഈ ആരോ ഹെഡ് ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ചെന്ന് തറയ്ക്കും എന്നൊക്കെ എന്തൊക്കെയോ ഭ്രാന്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ നട്ടഭ്രാന്തൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി അജ്ഞാനികളായ മനുഷ്യർ ദൈവത്തെ പറ്റി ബുൾഷിറ്റുകൾ ഓരോന്നും പറയുകയാണ്. ദാ നോക്ക്, ഇയാൾ പറയുന്നത് കേട്ടു നോക്ക് എന്നും പറഞ്ഞ് ഒരു വീഡിയോ സ്ട്രീമിങ്ങിലൂടെ അയാൾ കാണിക്കുന്നു. അതിൽ ഒരു നോവലിസ്റ്റ് ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കൊന്നും ദൈവത്തിന്റെ കയ്യില്ല എന്നും കുറേയധികം കുറ്റവാളികൾ അവരുടെ റിവഞ്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ ചെയ്ത് അത് ദൈവം ചെയ്തതാണെന്നും നീതി നടപ്പിലാക്കിയതാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുകയാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ചിന്താശക്തി ഇല്ലാതാക്കരുത്, അത് മറ്റുള്ളവർക്ക് മുന്നിൽ അടിയറവ് വെക്കരുത് എന്നൊക്കെ ആ നോവലിസ്റ്റ് പറയുന്നതാണ് വീഡിയോ. തുടർന്ന് ആ പ്രാന്തൻ വീണ്ടും വരുന്നു. കണ്ടോ, ഇയാൾ പറയുന്നത് കേട്ടോ, ദൈവം ഇല്ല പോലും, ദൈവമല്ല ഇതൊന്നും ചെയ്യുന്നത് പോലും. നിങ്ങളിതൊക്കെ കേൾക്കുന്നില്ലേ? ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ അയാൾക്കുള്ള പണിഷ്മെന്റ് ദൈവം കൊടുക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണോ? ഇല്ല, നമ്മളായിട്ട് തന്നെ അയാൾക്കുള്ള പണിഷ്മെന്റ് നൽകണം. ദൈവം അതിലേക്കുള്ള വഴി തുറന്നു തരും. എങ്ങോട്ടേക്കാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടതെന്ന് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ ആരോ ഹെഡ് നിങ്ങളെ അതിലേക്ക് നയിക്കും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നീതി നടപ്പിലാക്കുക. തുടർന്ന് വീണ്ടും ഒരു വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നു. അതിൽ ആ നോവലിസ്റ്റിനെ കുറച്ച് കുട്ടികൾ ചേർന്ന് വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിനെ പറ്റി അസഭ്യം പറയുമല്ലേ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കില്ല അല്ലേ? ദൈവത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ കുട്ടികൾ അയാളെ അടിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റിയതാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. ആ നടന്നതെല്ലാം ദൈവഗീതം തന്നെയാണ്, ദൈവം നീതി നടപ്പിലാക്കിയത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവരോട് കെഞ്ചി പറയുന്നുണ്ട്. എന്നാലും അവർ അയാളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും സീനിലേക്ക് ആ ഭ്രാന്തം വരുന്നു. കണ്ടോ, ഇപ്പോ അയാൾക്ക് മനസ്സിലായി എന്താണ് ദൈവമെന്ന്, എന്താണ് നീതിയെന്ന്. നീതിയുടെ പാതയിലൂടെ അയാളെ നടക്കാൻ പഠിപ്പിച്ച ആരോ ഹെഡിന് നന്ദി പറയണം. അയാളുടെ കാര്യം നമുക്ക് വിടാം. നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യം വേറെയുണ്ട്. ജൂ എന്ന ഈ പാപി ചെയ്ത ഓരോ തിന്മകളും നമ്മൾ കണ്ടെത്തി ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം എന്താണ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമ്മൾ ലോകത്തെ അറിയിക്കണം. അതിന് ആരോ ഹെഡിനോടൊപ്പം അണിചേരാം. ആരോ ഹെഡ് വിജയിക്കട്ടെ. ഇന്നത്തെ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എന്നും പറഞ്ഞ് ആ ലൈവ് സ്ട്രീമിംഗ് അവസാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഡിറ്റക്റ്റീവ് ജീൻ തന്റെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി ആരോ ഹെഡിന്റെ ആൾക്കാരുടെ അട്ടികൊണ്ട് പണ്ടാരടങ്ങിയ നമ്മുടെ നോവലിസ്റ്റില്ലേ, പുള്ളിക്കാരൻ അവിടെ പരാതിയുമായി വന്നിരുന്നു. അതേക്കുറിച്ച് യൂൻബയോ നമ്മുടെ ജിന്നിനോട് പറയുകയാണ്. അയാളുടെ പരാതിയുടെ മേൽ ഞങ്ങൾ കുറച്ചുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊച്ചു പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ കേസാക്കുമെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ ജിൻ പറയും, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കുട്ടികളുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്ക്, ഞാൻ ആ നോവലിസ്റ്റുമായിട്ട് സംസാരിച്ചോളാം. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആ ആരോ ഹെഡിനെ കണ്ടെത്തണം എന്നും പറഞ്ഞ് ജിൻ നോവലിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു. ആ നോവലിസ്റ്റിന്റെ കൂടെ ഒരു ലോയർ കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നില്ലേ, ന്യൂ ട്രൂത്ത് കൾട്ടിനെതിരെ എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിൾ, അതെഴുതിയ ലോയർ മിൻ ഹേജിനായിരുന്നു അത്. നമ്മുടെ ഡിറ്റക്റ്റീവ് ജിൻ നോവലിസ്റ്റിനോട് കാര്യങ്ങൾ തിരക്കുന്നു. നിങ്ങളെ ആക്രമിച്ച ആ കുട്ടികളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അപ്പോൾ നോവലിസ്റ്റ് പറയും, ഇല്ല, എന്നെ അടിച്ച് ബോധം കെടുത്തിയതിന് ശേഷമാണ് അവർ ഏതോ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത്. അവരെയൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. അവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലായിരുന്നോ? ഏകദേശം 10 പേരോളം ഉണ്ടായിരുന്നു എന്ന് അയാൾ മറുപടി പറയുന്നു. അതിനുശേഷം ആ നോവലിസ്റ്റ് ജിന്നിനോട് ചോദിക്കും, സർ, അവർ പറഞ്ഞതൊക്കെ സത്യമാണോ?
ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണോ? ദൈവം ഇങ്ങനെ ഓരോരുത്തരെയും ശിക്ഷിക്കാനും മറ്റുമൊക്കെ പോവുമോ? നിങ്ങൾക്കെങ്കിലും അത് അറിയാമെങ്കിൽ എന്നോടൊന്ന് പറയൂ എന്ന് നോവലിസ്റ്റ് ചോദിക്കുന്നു. ഇത് കേട്ട് ജിൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേസമയം യുൻപെയോ ആ നോവലിസ്റ്റിനെ അടിച്ച പിള്ളേരില്ലേ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, കാരണം അവർക്കൊന്നും പ്രായപൂർത്തിയായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടികളും യുൻപെയോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് ഉത്തരമൊന്നും പറയുന്നില്ല. അവർ ഡിറ്റക്റ്റീവ്സിനെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ജുവനൈൽ ഹോമിലാക്കുന്നതിനുള്ള നിയമം ഇവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയാൻ നോക്കുമെന്ന് യുൻപെയോ അവരെ പേടിപ്പിക്കുന്നു. സാറെന്താ പേടിപ്പിക്കുക? നമുക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. ഇപ്പൊ ജയിലിൽ പോയാലും നമ്മൾ പുറത്തേക്കല്ലേ ഇറങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് സാർ എന്താന്ന് വെച്ചാൽ ചെയ് എന്നുള്ള രീതിയിൽ അവർ യുൻപെയോയെ വീണ്ടും കളിയാക്കുന്നു. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ വായിൽ നിന്ന് ഒരു ഉത്തരം പോലും യുൻപെയോയ്ക്ക് ലഭിച്ചില്ല. അതിനുശേഷം ജിന്നും യുൻപെയോയും സംസാരിക്കുകയാണ്. ജിൻ യുൻപെയോയോട് പറയുന്നു, എന്റെ മകളും ഈ കൾട്ട് ഗ്രൂപ്പിന്റെ കയ്യിലാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയാവുന്നു. അപ്പോൾ യുൻപെയോ പറയും, സാർ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അവൾ ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല, അതുകൊണ്ട് സാർ സമാധാനമായിരിക്കും. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ലോയർ മിന്നിനെ കാണിക്കുന്നു. മിൻ ഓഫീസിലേക്ക് പോയപ്പോൾ പാർക്ക് എന്നുള്ള ആ സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് മിൻ പാർക്കിനോട് ചോദിക്കുന്നു. എന്റെ വീട്ടിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുവെന്നും എന്റെ മരണ ദിവസവും സമയവും എന്നോട് പറഞ്ഞുവെന്നും പാർക്ക് മിന്നിനോട് പറയുന്നു. പക്ഷെ മിൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഉടനെ തന്നെ പാർക്ക് തന്റെ മകൻ അന്ന് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ മിന്നിനെ കാണിക്കുന്നു. അതിൽ ആ ഏഞ്ചലിന്റെ രൂപം കണ്ട് മിൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് മിൻ പാർക്കിനോട് ചോദിക്കും, നിങ്ങൾ ഇതിനെപ്പറ്റി വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഉടനെ തന്നെ പാർക്ക് പറയും, ന്യൂ ട്രൂത്തിന്റെ ചെയർമാൻ ജുങ്ങിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് മിൻ ചോദിക്കുന്നു. അപ്പോൾ പാർക്ക് പറയും, അയാൾ പറഞ്ഞത് എന്റെ മരണം അയാൾക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ്. എന്താ അയാൾ പറഞ്ഞതെന്ന് എന്ന് മിൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു. ഒരു സ്റ്റേജിൽ വെച്ച് ആ മരണം സംഭവിക്കുകയും അത് ഈ കൊറിയ മുഴുവൻ ലൈവ് ടെലികാസ്റ്റ് ആകുകയും വേണമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞതെന്ന് പാർക്ക് പറയുന്നു. അത് പറയുമ്പോൾ പാർക്കിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അത് നോക്കി പുഞ്ചിരിക്കുന്ന മുഖവുമായി ജുങ് ജിൻസു. ആ ഒരു സീനോടുകൂടി ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ചങ്ങായിമാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. രണ്ടാമത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ തന്നെ വന്നേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ